ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതീവ ടേസ്റ്റോടും കൂടിയിട്ടുള്ളതുമായ ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കപ്പ ബിരിയാണി, എല്ലും കപ്പ, അങ്ങനെ പല പേരുകളിലാണ് ഈ റെസിപ്പി അറിയപ്പെടുന്നത്. പല സ്ഥലങ്ങളിൽ പല രീതിയിലുമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അതീവ ടേസ്റ്റോടു കൂടി വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എല്ലും കപ്പയും ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് എല്ല് വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ 1.5 കിലോ മുഴനെഞ്ച് നോക്കിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളിയും ഒരു മീഡിയം സൈസ് സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ എല്ല് വേവിച്ചെടുക്കുമ്പോൾ എല്ലിന് ആവശ്യമായിട്ടുള്ള മസാലകൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പാന് ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞപ്പം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി മസാലക്കൂട്ട് നമുക്ക് എല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ എല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകൾ എത്തണം. എല്ലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈ വെച്ചോ തവി വെച്ചോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. എല്ലും കപ്പയ്ക്ക് വേണ്ടിയിട്ട് എല്ല് വാങ്ങിക്കുമ്പോൾ മുഴനെഞ്ച് നോക്കി വാങ്ങിക്കണം. അതുപോലെ നെയ്യുള്ള മുഴനെഞ്ച് നോക്കി വാങ്ങിക്കുന്നതാണ് എല്ലും കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ എല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകൾ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ കറിവേപ്പില കൂടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് കുക്കറിലാണ് എല്ല് വേവിച്ചെടുക്കുന്നത്. ഒരു 5 വിസിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഫ്ലെയിം കത്തിച്ച് നമുക്ക് അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് കപ്പ ഞാനൊരു 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ നന്നായിട്ട് കൊത്തി നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കപ്പ വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഫ്ലെയിം കത്തിച്ച് മാറ്റി വയ്ക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള തേങ്ങയാണ്. ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കപ്പ ബിരിയാണിക്ക് അരയ്ക്കാനുള്ള തേങ്ങയാണ്. 2 പിടി തേങ്ങയാണ്. ഇതിലേക്കൊരു 12 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ പട്ട, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 2.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കപ്പ കറക്റ്റ് വേവിനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് വെന്ത എല്ല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടി, തേങ്ങ അരച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാവുള്ളൂ. ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. അപ്പം ആ ചതച്ചെടുത്ത തേങ്ങയും അതുപോലെ റോസ്റ്റാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രൗൺ കളർ ഷെയ്ഡ് ആവുന്നത് വരെ, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം 3/4 റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ടുകളെല്ലാം കൂടി ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചിറ്റിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അടിയിലുള്ള കപ്പയെല്ലാം മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ചെറിയൊരു ലൂസ് ആയിട്ട് വെള്ളാംശത്തോട് കൂടിയിട്ടാണ് വേണം നമുക്ക് വാങ്ങി ഇളക്കി എടുക്കാനായിട്ട്. ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക്. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റിയൊരു കപ്പ ബിരിയാണിയാണ്. എല്ലാവരും ഈ രീതിയിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.
നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോകൾ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. അത്